കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പലയിടങ്ങളിലും പല സ്ഥാനാർത്ഥികളുടെയും പേര് നിശ്ചയിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നു. അതിൽ വീണ ജോർജിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്ത പേരല്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് CPM-ന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ വീണ ജോർജ് മത്സരിക്കണം എന്നുള്ള ഒരു താല്പര്യം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് വീണ ജോർജിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിനേക്കാൾ കോമഡി ആയിട്ട് തോന്നുന്നത് വീണ ജോർജ്, അതായത് ലോകത്തിന്റെ ഉച്ചിയിൽ കൊണ്ടുപോയി കേരളത്തിന്റെ ആരോഗ്യ മേഖല വെച്ചിരിക്കുന്ന വീണ ജോർജ് മത്സരിച്ചാൽ തീർച്ചയായും വിജയം ഉറപ്പാണ് എന്നാണ് പല നേതാക്കളുടെയും അഭിപ്രായം. നോക്കൂ, കേരളത്തിലെ വകുപ്പുകളിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ആർക്ക് വേണമെങ്കിലും വന്ന് കൊട്ടാൻ കഴിയുന്ന ഒരു ചെണ്ടയാണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതും ആരോഗ്യ വകുപ്പിലാണ്. അതേപോലെ സമാനമായ 2-3 വകുപ്പുകളുണ്ട്. അപ്പോൾ നോക്കൂ, വീണ ജോർജ് മത്സരിക്കുമെന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. അതിനുശേഷം അതിനെ തള്ളിക്കൊണ്ടുള്ള മറ്റൊരു പ്രസ്താവന വീണ ജോർജിന്റെ ഭാഗത്തു നിന്ന് വന്നോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും വാർത്തകൾ നിറയുന്നുണ്ട് വീണ ജോർജ് മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ. നോക്കൂ, ഈ ആറന്മുളയിൽ വീണ്ടും വീണ ജോർജിന് തോൽവി ഭയമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഇപ്പോൾ അവിൻ വർക്കിയുടെ പേര് പറയുന്നുണ്ട്, വിജയ് ഇന്ദുചൂടിന്റെ പേര് പറയുന്നുണ്ട്, പഴകുളം മധുവിന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ യുവനിരയും അല്ലെങ്കിൽ ശക്തമായ ഒരു പോരാളിയായി പഴകുളം മധുവിനെ പോലുള്ളവരൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു തോൽവി രുചിക്കും എന്നുള്ള ഭയം അല്ലെങ്കിൽ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം വീണ ജോർജ് ഇത്തരത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊന്നും തന്നെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇന്നലെ വാർത്തകൾ കണ്ടു അഖിൽ മാരാർ കൊട്ടാരക്കര മത്സരിക്കുന്നുവെന്ന്. UDF ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഈ വാർത്തകൾ എല്ലാം തന്നെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതായിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഇവിടെ ഇത് പറയാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് രാജു എബ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വീണ ജോർജിനെ ഇനി മത്സരിപ്പിച്ചാലും അവർ വിജയിക്കും, തീർച്ചയായും വിജയിക്കും, വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അതിനപ്പുറം വീണ ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞു പുറത്തു വരുന്ന വാർത്തയിൽ അവർ പറയപ്പെടുന്നത് ഇത്രയും 2 തവണയോളം മത്സരിച്ചു, വിജയിച്ചു, ഇനി വീണ്ടും ഈ ഒരു സ്ഥാനത്തേക്ക് തുടരാൻ താല്പര്യമില്ല, പുതിയ ആളുകൾ വരട്ടെ, പുതുമുഖങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പിന്നോട്ട് മാറ്റം ഇപ്പോൾ വീണ ജോർജ് മാത്രമല്ല മറ്റ് പല നേതാക്കന്മാരും മറ്റ് പല രാഷ്ട്രീയത്തിൽ, അതായത് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്, സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിരുന്ന പലരും ഇത്തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ CPM-ന്റെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ നീക്കമായിരിക്കില്ലേ ഈ മാറ്റി നിൽക്കൽ? നോക്കൂ, തോൽവിയുടെ അല്ല, കഴിഞ്ഞ 5 വർഷക്കാലം വീണ ജോർജ് ആരോഗ്യവകുപ്പിനെ എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് നമുക്കറിയാം. അതായത് ഒരുപാട് ന്യൂനതകൾ, ഒരുപാട് പ്രശ്നങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ആരോഗ്യവകുപ്പിൽ ഉണ്ടായ 5 വർഷമാണ്. അപ്പോൾ അതിന്റെ ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന് നേരിടേണ്ടി വരിക. എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയം, മരുന്ന് ലഭ്യതയുടെ വിഷയം, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതേപോലെ തന്നെ ഡയാലിസിസ് മുടങ്ങുന്നതിന്റെ വിഷയം, അങ്ങനെ മെഡിക്കൽ കോളേജുമായിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ടെമ്പററി നേഴ്സുമാരുടെ വേതനം ഉയർത്തുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ, ആശാസമരം, ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നിർജീവമായ ഒരു നിലപാടായിരുന്നു വീണ ജോർജ് സ്വീകരിച്ചിരുന്നത് എന്നാണ് പൊതുവായുള്ള ഒരു ജനങ്ങളുടെ ഇടയിലെ വിലയിരുത്തൽ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് ലോകത്തിന്റെ ഉച്ചിയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല കൊണ്ടെത്തിക്കാൻ വീണ ജോർജിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ തകർച്ചയുടെ ഒരു നേട്ടം മാത്രമാണോ ഇദ്ദേഹം മുന്നിൽ കാണുന്നത്, അല്ലെങ്കിൽ മുന്നിൽ ചോദ്യമായി ഉയർത്തുന്നത്? ഹർഷ കേരളത്തിന് പുറത്തോട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇപ്പൊ ഏത് സർക്കാർ ഭരിച്ചാലും, ഞാൻ കേരളത്തിന് പുറത്ത് പല ഭാഗങ്ങളിൽ പല സാഹചര്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പോലെ ഒരു മികച്ച ആരോഗ്യ സംവിധാന സിസ്റ്റം മറ്റ് ഒരു ജില്ലകളിൽ നിന്ന് പബ്ലിക്കായിട്ട്, പ്രൈവറ്റ് സെക്ടർ ഞാൻ പറയുന്നില്ല, അതായത് സർക്കാർ നൽകുന്ന ആരോഗ്യ സംവിധാന കേന്ദ്രം ഏത് സർക്കാർ ഭരിച്ചാലും കേരളത്തിൽ നിന്ന് മികച്ചത് തന്നെയാണ്. അത് LDF എന്നല്ല, UDF എന്നല്ല, ആര് ഭരിച്ചാലും. അത് കേരളം രൂപപ്പെട്ടത് മുതൽ ഇങ്ങോട്ടേക്ക് മാറി മാറി വന്ന സർക്കാരുകളുടെ, അതിനിപ്പോൾ LDF-ന് അതിൻ്റെ പേറ്റന്റും അല്ലെങ്കിൽ പിതൃത്വവും ഏറ്റെടുക്കാൻ കഴിയില്ല. അത് LDF സർക്കാരിൻ്റെ ഉണ്ട്, UDF സർക്കാരിൻ്റെ ഉണ്ട്. അങ്ങനെ മാറി മാറി വന്ന സർക്കാരുകൾ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടിൻ്റെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിച്ച് പിടിക്കണം, കേരളത്തിൻ്റെ ആരോഗ്യം ഇവിടുത്തെ ജനങ്ങളാണ്, അവർക്ക് കുറഞ്ഞ ചെലവിൽ, സർക്കാർ ചെലവിൽ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് മുന്നോട്ട് വെക്കുമ്പോൾ ഇത് ഏത് സർക്കാർ വന്നാലും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്നല്ല. പക്ഷെ എന്തുകൊണ്ട് LDF ഈ പേറ്റന്റുകൾ ഏറ്റെടുത്തു? നോക്കൂ, 2019 തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കോവിഡ് വന്നൊരു സാഹചര്യം. അപ്പോൾ ഭരിച്ചിരുന്നത് LDF സർക്കാരാണ്. അവിടെ കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ KK ശൈലജ പോലുള്ള അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന, ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന
ശ്രീ ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരത്തിൽ ഒരു മേൽക്കൈ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഒരു തുടർ ഭരണം വരെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം നോക്കൂ, കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർക്കെല്ലാം ദുരന്തങ്ങളിലൂടെയാണ് LDF സർക്കാർ വിജയിച്ചു വന്നത്. തീർച്ചയായിട്ടും അത് മുതലെടുത്തുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിതറിക്കൊണ്ടാണ് ഇവർ വളർന്നു വന്നത്. ഈ വീണ ജോർജിനെതിരെയുള്ള വിധിയെഴുത്തിൽ നമുക്ക് അബിൻ വർക്കിയെ പോലുള്ളൊരു വ്യക്തിയൊക്കെ അവിടെ വരികയാണെങ്കിൽ ശക്തമായ ഒരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. ആറന്മുള പോലൊരു മണ്ഡലത്തിൽ BJPക്കും അത്യാവശ്യം സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. സഭാ സമവാക്യങ്ങളെല്ലാം തന്നെ അബിൻ വർക്കിക്ക് അനുകൂലമാണ്. വിജയ് ഇന്ദുചൂടനും KSU പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നയിക്കുന്ന അദ്ദേഹത്തിന് അവിടെ സാധ്യതകൾ പറയുന്നു. അപ്പോൾ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. തോറ്റു കഴിഞ്ഞാൽ പരാജയ ഭീതി മനസ്സിൽ പൂണ്ട് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് വീണ ജോർജിന് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരുപാട് ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള മന്ത്രിസഭയാണല്ലോ. അപ്പോൾ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇത്തരത്തിലുള്ള പിന്നോട്ട് പോക്ക്? ഇതൊന്നും തന്നെ സ്ഥിരീകരണമായി വന്നില്ല. ഔദ്യോഗികമായി എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വരെ തന്നെ ഇതെല്ലാം ഊഹാപോഹങ്ങളും സാധ്യതകളും വിലയിരുത്തലുകളും മാത്രമായി അവശേഷിക്കും. ഇതുവരെ ഞാൻ ഇന്നലെ തിരുവനന്തപുരം ചോദിച്ചു, കോൺഗ്രസ് ഏതെങ്കിലും സീറ്റുകളിൽ ആരെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി ഫിക്സ് ചെയ്ത് അവരുടെ KPCC ഇലക്ടറൽ പാഡിൽ എഴുതി ചേർത്തോ? ആരെയും ഇതുവരെ എഴുതി ചേർത്തിട്ടില്ല. എല്ലാ മുന്നണികളും ചർച്ചകൾ സജീവമാണ്. ഒരു രാഷ്ട്രീയ ഇപ്പോൾ നേഷൻ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇവന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ 2-3 മാസമൊക്കെ ചർച്ച ചെയ്യില്ലേ? അതേപോലെ രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടികൾക്കുള്ളിൽ ചർച്ചകൾ സജീവമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന വാർത്തയാണ് വീണ ജോർജ് മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് സ്ഥാനാർത്ഥം വന്നാൽ മാത്രമേ അറിയൂ. പക്ഷേ വീണ ജോർജിന് ആറന്മുളയിൽ ജയസാധ്യത കുറവാണ്, ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റുകളാണ് വരുന്നതെങ്കിൽ എന്നുള്ളത് അവിടെ നിന്ന് വരുന്ന ഒരു ഫീൽഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. വീണ ജോർജ് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകയാണ്. അവരിപ്പോൾ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ തിരിച്ച് മാധ്യമപ്രവർത്തനത്തേക്ക് ഈ മന്ത്രി എന്ന നിലയിൽ നിന്ന് മാധ്യമപ്രവർത്തനത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറെ പേർ ഉയർത്തുന്നുണ്ട്. അതേപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ണർ, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായിട്ടുള്ള വ്യക്തി അദ്ദേഹവുമായി ചേർന്ന് തിരിച്ച് വിദേശത്തേക്ക് പോയി ബിസിനസ് കാര്യങ്ങൾ നടത്തുമോ എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ അന്തിമമായ തീരുമാനം ഈ മാസം അവസാനം കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനാകുക. അല്ല, ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും വീണ ജോർജ് ഇതിനു മുൻപ് CPM പാർട്ടി അറിയിച്ചു കഴിഞ്ഞു എന്നാണ് അവര് തന്നെ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ശിവൻകുട്ടി ഇത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാം, പാർട്ടി നിർബന്ധം പറയുകയാണെങ്കിൽ മത്സരിക്കാം, അല്ലാതെ തനിക്കായിട്ട് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്ന് പല മന്ത്രിമാരായി നിൽക്കുന്ന പല മേഖലകളിൽ മന്ത്രിമാരായി നിൽക്കുന്ന നേതാക്കന്മാർ മാറി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നത് എന്നല്ലേ? തീർച്ചയായും 2 ടൈം വ്യവസ്ഥകളിൽ ഇളവ് വരുത്തുകയും സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുകയും CPM എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ അവർക്ക് ഒരു ടേണും കൂടെ അവകാശപ്പെടാൻ സാധിക്കും, വിജയത്തിൽ വരുമെന്ന കരുതലോടുകൂടിയാണ്. പലരും പരാജയ ഭീതി കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും, മറ്റ് രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ പ്രഷർ കൊണ്ട് മാറി നിൽക്കുന്നവർ, അല്ലെങ്കിൽ അവരെതിരാണെന്ന് കണ്ട് തോൽക്കുമെന്നുള്ള ഭയത്തിൽ മാറി നിൽക്കുന്നവരുണ്ടാകാം. പക്ഷേ എന്ത് പറഞ്ഞാലും കോൺഗ്രസിന് ഇപ്പോൾ നേരിയ എഡ്ജ് കേരളത്തിൽ ഒട്ടാകെ ഉണ്ട്. അതിനെ മറികടക്കാൻ CPM നന്നേ പരിശ്രമിക്കുന്നുണ്ട്. ഇനി ഒരു 2 മാസക്കാലത്തിനുള്ളിൽ അത് നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ മാറും. ഈ സാഹചര്യങ്ങളെല്ലാം മാറും. ഇത് പൊളിറ്റിക്കൽ പെൻട്രേഷൻ വരുമ്പോൾ CPM അതിൻ്റെ പ്രൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് തീർച്ചയായും കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.